ഹായ് ഫ്രണ്ട്സ്, അനീസ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് എൻ്റെ നെറ്റി ഭാഗത്തുള്ള മുടിയൊക്കെ കുറച്ച് നരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി. അത് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. അതിനുശേഷം അത് ഞാൻ ഉപയോഗിച്ച ശേഷം മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 നെല്ലിക്ക കുരു കളഞ്ഞെടുത്തു. പിന്നെ പ്രധാനമായിട്ടും ഉള്ളത് മുയൽ ചെവിയാണ്. ജലദോഷമൊന്നും വരാതിരിക്കാനായിട്ട് മുയൽ ചെവിയും പനിക്കൂർക്കയും ചേർത്തിട്ടുണ്ട്. കരിവേപ്പില, മുരിങ്ങയുടെ ഇല എല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. മൈലാഞ്ചി ഇല, പിന്നെ കരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്, ചായപ്പൊടി 1 സ്പൂൺ. അപ്പോൾ ഇലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ജ്യൂസാക്കി എടുക്കണം. അതിനുശേഷം അതിലേക്ക് കരിഞ്ജീരകം പൊടിച്ചതും ചേർക്കാം. പിന്നെ ഞാനൊന്ന് ചൂടാക്കിയെടുത്തു. നാളികേര പാലൊഴിച്ചിട്ടാണ് അതൊന്ന് ചൂടാക്കിയെടുത്തത് ഇരുമ്പ് ചട്ടിയിൽ. അതിനുശേഷം അത് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഒന്ന് അരിച്ചെടുത്തു. വീണ്ടും ഇരുമ്പ് ചട്ടിയിലിട്ടൊന്ന് വറ്റിച്ചെടുത്തു. അപ്പോൾ ഞാൻ ചൂടാക്കാൻ പോവുകയാണ്. ഇത് പച്ചനെ തന്നെ വെച്ചിരുന്നാൽ കേടായി പോകണതുകൊണ്ട് ചീത്തയാവണതുകൊണ്ട് ഞാനിതിൽ നാളികേരപ്പാൽ ഒഴിച്ച ശേഷം ഒന്ന് ചൂടാക്കും. നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ ചൂടാക്കിയെടുത്തു. ചായപ്പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കരിഞ്ജീരകം പൊടിയും അതിനൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് കറുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. അതിന് ശേഷം അത് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിന് കളറ് മാറി വന്നിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവും ചേർത്തടിച്ചത് കൊണ്ടാണ് ആ ചുവന്ന കളർ വന്നിട്ടുള്ളത്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ചേർത്തിട്ടുണ്ട്. ഒരു പകുതി സവാളയും ചേർത്തിട്ടുണ്ട്. നമ്മൾക്ക് മുടിക്ക് നല്ലതാവുക. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ ഒന്ന് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇട്ട് വറ്റിച്ചിട്ട് അതേ ഇരുമ്പ് ചട്ടിയിൽ തന്നെ കുറേ സമയം വെച്ചു. അപ്പോൾ നമ്മുടെ കൈമേലൊക്കെ ആയിട്ട് നല്ലോണം കറയാവുന്നുണ്ട്. അപ്പോൾ അത് മുടിയിൽ നന്നായിട്ട് പിടിച്ചു. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെറ്റി ഭാഗത്ത് മാത്രമാണ് എനിക്ക് കൂടുതലായിട്ട് ഓരോ മുടിയും മാത്രം നരച്ചിട്ടുള്ളൂ. ബാക്കിലൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബാക്കിൽ നമ്മൾ നല്ല ഒരു മണമാണ് ഇതിന്. നമുക്ക് നല്ലതാണ്. മുടിക്ക് പൊതുവേ നല്ല നീർവീഴ്ച ഒക്കെ ഉള്ളവർക്ക് അത് മാറാനും ഒക്കെ കരിഞ്ജീരകം വളരെ നല്ലതാണ്. അതുപോലെ ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇലകളും നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി കറുത്ത് വരാനും ഒക്കെ മുടി കൊഴിയുന്നത് തടയാനൊക്കെ നല്ലതാണ്. ഞാനിതിൻ്റെയൊക്കെ എണ്ണ കാച്ചി തേക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. പിന്നെ നമ്മളിത് സോപ്പ് ഉപയോഗിച്ച് കഴുകരുത്. സോപ്പും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത്. ചെമ്പരത്തിയുടെ പൂവ് തിളപ്പിച്ചോ അല്ലെങ്കിൽ ചായപ്പൊടി തിളപ്പിച്ചോ ഉള്ള വെള്ളം ചൂടാറി കഴിയുമ്പോൾ അത് ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിച്ച് കഴുകണം.